ഇന്ന് നമ്മുടെ മിക്ക വീടുകളിലും 2-3 വണ്ടികളുണ്ടാവും. ഇതിന്റെ RC ഓണറും ഒരാൾ തന്നെയായിരിക്കും. ഇങ്ങനെ 2-3 വണ്ടികൾ സ്വന്തം പേരിലുണ്ടെങ്കിൽ ഇൻഷുറൻസ് തുകയിൽ നല്ലൊരു എമൗണ്ട് ലാഭിക്കാൻ സാധിക്കും. അത് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഒരു ഇൻഷുറൻസിന്റെ കോപ്പി എടുത്തു കഴിഞ്ഞാൽ അതിൽ 4 ഭാഗങ്ങളാണുള്ളത്. അതായത് ആദ്യത്തേത് ബേസിക് OD പ്രീമിയമാണ്. അത് നമ്മുടെ വണ്ടിക്ക് വല്ല അപകടം സംഭവിച്ചാൽ കിട്ടുന്ന പ്രീമിയമാണ്. രണ്ടാമതായിട്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. അത് നമ്മുടെ വണ്ടി ആക്സിഡന്റ് പെട്ടിട്ട് വേറെ മറ്റൊരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് ലഭിക്കുന്ന ഇൻഷുറൻസ് പ്രീമിയമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് PA കവറേജ് ആണ്. ഡ്രൈവർക്ക് വല്ല ആക്സിഡന്റോ മരണപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന പ്രീമിയമാണ്. നാലാമത്തെ നോ ക്ലെയിം ബോണസ് ആണ്. അതായത് നമ്മുടെ വണ്ടി ആക്സിഡന്റ് ഒന്നും കൂടാതെ പോവുകയാണെങ്കിൽ കമ്പനി തരുന്ന ഒരു ബോണസ് ആണ് നോ ക്ലെയിം ബോണസ്. ഇങ്ങനെ ഈ 4 കമ്പോണന്റ് ആണ് ഇൻഷുറൻസിന് ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഫുൾ കവറേജ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഉള്ള കാര്യമാണ്. ഇനി നമ്മൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ ബേസിക് OD പ്രീമിയം ഇല്ല, അത് 0 ആണ്. പിന്നെ നമുക്ക് ഉള്ളത് തേർഡ് പാർട്ടി പ്രീമിയവും അതുപോലെ PA ആണ്. ഇത് കമ്പൽസറി ആണ്. നമ്മൾ ഏത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിലും നമ്മൾ തേർഡ് പാർട്ടി പ്രീമിയവും അതുപോലെ തന്നെ PA കവറേജ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. നമുക്ക് ബൈക്കിന്റെ ഇൻഷുറൻസ് കോപ്പി നോക്കാം. ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെയിം ആണ്. ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് PA കവറേജ് ഒഴിവാക്കിയ ഒരു ഇൻഷുറൻസിന്റെ കോപ്പിയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കാറിന്റെ ഇൻഷുറൻസ് ആണ്. ഇവിടുത്തെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 5690 രൂപയാണ്. ഇനി ഇവിടുത്തെ കമ്പോണൻസ് നമ്മൾ പരിശോധിക്കുകയാണ് വെച്ചാൽ ഇവിടെ ബേസിക് OD ഉണ്ട്, അതുപോലെ നോ ക്ലെയിം ബോണസ് ഉണ്ട്, അതുപോലെ തേർഡ് പാർട്ടി പ്രീമിയം ഉണ്ട്. ഇതിൽ പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേപോലെ നമുക്ക് നെക്സ്റ്റ് ഒരു ബൈക്കിന്റെ ഇൻഷുറൻസ് നോക്കാം. അവിടെയും ബേസിക് OD ഉണ്ട്, അതുപോലെ നോ ക്ലെയിം ബോണസ് ഉണ്ട്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ട്. ഇവിടെ PA കവറേജ് ഇല്ല. എങ്ങനെയാണ് നമ്മൾ PA കവറേജ് ഒഴിവാക്കിയിട്ട് ഇൻഷുറൻസ് എടുക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 2-3 വണ്ടികൾ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതുവഴി നല്ലൊരു തുക നമുക്ക് ലാഭിക്കാൻ സാധിക്കും. എന്താണ് PA കവറേജ് എന്ന് ചോദിച്ചാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു തരാം. ഒരു അപകടം മൂലം ഡ്രൈവർ മരണപ്പെട്ടാൽ 15 ലക്ഷം ഇൻഷുറൻസ് ലഭിക്കുന്നതാണ് ഈ PA കവറേജ് എന്ന് പറയുന്നത്. ഇനി 2 കാലും 2 കൈയും നഷ്ടപ്പെട്ടാലും ഇവർക്ക് 15 ലക്ഷം രൂപ കിട്ടും. എന്നാൽ ഒരു കൈ 1 കണ്ണ് ഒക്കെ നഷ്ടപ്പെട്ടാൽ നമുക്ക് 50% ഉള്ളൂ കിട്ടുക. എന്നാൽ അപകടം മൂലം ടോട്ടൽ ഡിസേബിൾ ആയാൽ തീരെ നീക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നവരാണെങ്കിലും 15 ലക്ഷം രൂപ നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ഇൻഷുറൻസിൽ ഒരു തുക ലാഭിക്കണമെങ്കിൽ PA കവറേജ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കണം. അതിന് സ്റ്റാൻഡ് അലോൺ കമ്പൽസറി പേഴ്സണൽ ആക്സിഡന്റ് എന്നാണ് പറയുക. ഇപ്പൊ നമ്മുടെ കയ്യിൽ 2-3 വണ്ടി ഉണ്ടെങ്കിലും നമ്മൾ ഇതൊരൊറ്റ എണ്ണം എടുത്താൽ മതി. പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ കവറേജ് തുകയും സെയിം ആണ്, അതേപോലെ നമ്മൾ അടയ്ക്കേണ്ട തുകയും സെയിം ആണ്. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് റിന്യൂ ചെയ്യണം. ഇത് പുതുക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ തുക കിട്ടില്ല. സ്വന്തം പേരിൽ 2-3 വണ്ടിയുള്ളവർക്കാണ് ഇത് കൂടുതൽ ഉപകാരപ്രദമാവുക. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.